പ്രിന്റു, നേരത്തെ നമ്മൾ കാണിച്ച ദൃശ്യം 2018 കാലത്ത് എന്താണ് ഈ ഭരണകൂടം ശബരിമല സന്നിധാനത്തും അയ്യപ്പന്റെ പൂങ്കാവനത്തിലും കാട്ടിക്കൂട്ടിയത് എന്നത് ഒരിക്കൽ കൂടി നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ബിന്ദു അമ്മണിയെ പോലെയുള്ള ആക്ടിവിസ്റ്റുകൾ ശബരിമലയിലേക്ക് അല്ലെങ്കിൽ പമ്പയിലേക്ക് എത്തുന്നു എന്ന കൃത്യമായ സന്ദേശം നൽകുകയാണ്. ഒപ്പം സ്റ്റാലിനെ പോലെയുള്ള നിരീശ്വരവാദികളെ ഈ പരിപാടിയുടെ ഭാഗമാക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ ശ്രമിക്കുമ്പോൾ ഈ അയ്യപ്പ ഭക്ത സംഗമത്തെ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ BJP നോക്കിക്കാണുന്നത്? തീർച്ചയായും അങ്ങ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 2018 BJPയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാനാവാത്ത ദുരനുഭവങ്ങൾ നമുക്ക് നൽകിയ ഒരു സാഹചര്യമാണ് പിണറായി സർക്കാരിൻ്റേത്. 2018, കൃത്യമായി പറഞ്ഞാൽ 2018 സെപ്റ്റംബർ 30 തുടങ്ങിയിട്ടുള്ള അയ്യപ്പ ഭക്തവേട്ടയും അതിനുശേഷം നടത്തിയിട്ടുള്ള പിണറായി വിജയൻ സർക്കാർ നമ്മുടെ പുണ്യ പൂങ്കാവനത്തെയും ശബരിമല അയ്യപ്പ സന്നിധാനത്തെയൊക്കെ എത്രമാത്രമാണ് അതിനെ തേജോവധം ചെയ്യാനും അതിനെ നശിപ്പിക്കാനും അതിൻ്റെ പവിത്രതയൊക്കെ നശിപ്പിക്കാൻ ശ്രമിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പോൾ പുതിയൊരു അർബൻ ഇടത് ജിഹാദി അർബൻ നക്സൽ സംഗമത്തിന് വഴിയൊരുക്കുകയാണ് സത്യത്തിൽ പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്നത്. അവരുടെ ലക്ഷ്യം എന്താണെന്ന് ഇപ്പോഴും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഒന്നില്ലെങ്കിൽ ശബരിമല എന്ന് പറയുന്ന കേരളത്തിൻ്റെ വിശ്വാസി സമൂഹത്തിൻ്റെ നിലനിൽപ്പാണ് ശബരിമല. കേരളത്തിലെ വിശ്വാസി സമൂഹത്തിൻ്റെ ആകമാനമുള്ള ഹിന്ദു സമൂഹത്തിൻ്റെ സമാജത്തിൻ്റെ ഏറ്റവും ഭക്തിയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കേന്ദ്രമായിട്ടാണ് ശബരിമലയെ കാണുന്നത്. അത് കേരളത്തിലെ മാത്രമല്ല, ആഗോള തലത്തിലുള്ള അയ്യപ്പ ഭക്തരുടെ ഒരു പ്രത്യേക ദിനങ്ങൾ, പ്രത്യേകിച്ച് മണ്ഡലമാസം 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ തന്നെ അവന്റെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ് കേരളത്തിൽ നൽകുന്നത്. ആ സമയത്ത് തന്നെ വീണ്ടും ഇവിടെ ശബരിമലയെയും ശബരിമല പൂങ്കാവനത്തെയും അല്ലെങ്കിൽ ഈ ഒരു മനുഷ്യനെല്ലാവരും മറന്ന ഒരു വിഷയത്തെ വീണ്ടും ഇങ്ങനെ കെട്ടിപ്പൊക്കി കൊണ്ടുവരുന്നതിന് പിന്നെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സംശയമുണ്ട്. ഇതിനു മുന്നിൽ കൃത്യമായിട്ടുള്ള ഒരു അർബൻ നക്സൽ ചിന്താഗതി തന്നെയാണ് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോൾ ഇവർ കാണിക്കുന്ന അയ്യപ്പ ഭക്തി സംഗമത്തിന്റെ സ്നേഹം, അങ്ങനെ അത്രമാത്രം സ്നേഹമുള്ളവരുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസുകൾ ഉണ്ടായിട്ടുള്ളത്. ആ കേസുകൾ പിൻവലിക്കാൻ ഇതുവരെ തന്നെ സർക്കാർ തയ്യാറായിട്ടില്ല. രണ്ടാമതൊരു അടിസ്ഥാന സൗകര്യങ്ങൾ, ഇത്രമാത്രം ഈ ശബരിമലയോടും അയ്യപ്പനോടും സ്നേഹമുണ്ടെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പരിതാപകരമായ അവസ്ഥയാണ് സന്നിധാനത്തുള്ളത്. 2018 ശേഷമോ 19 ശേഷമോ ഇവരൊക്കെ വിചാരിച്ചത് ഈ ശബരിമലയിൽ വലിയ രീതിയിലുള്ള യുവതി പ്രവേശനമൊക്കെ നടത്തിക്കഴിഞ്ഞാൽ ഈ ശബരിമലയുടെ ചൈതന്യവും അവിടേക്കുള്ള വിശ്വാസികളുടെയൊക്കെ ഒഴുക്കൊക്കെ കുറയുമെന്നാണ് ഇവർക്ക് ധാരണയുണ്ടായിരുന്നത്. എന്നാൽ വളരെ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ ഓരോ വർഷവും ലക്ഷക്കണക്കിന് ഭക്തരുടെ അനിയന്ത്രിതമായിട്ടുള്ള തിരക്കാണ് ശബരിമലയിൽ നമ്മൾ കാണാനുള്ളത്. കാരണം അയ്യപ്പനോട് ഈ സമൂഹത്തിന് വിശ്വാസമുണ്ട്. വിശ്വാസമില്ലാത്തത് പിണറായി വിജയൻ സർക്കാരിനും ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിനും അതുപോലെ ഇവിടുത്തെ അർബൻ നക്സലുകൾക്കും ഇടത് ജിഹാദി സംഘത്തിനുമാണ്. അവരുടെ ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മണ്ഡലകാലം വരാൻ ഏതാനും മാസങ്ങൾ മുമ്പ് തന്നെ ഇത്തരത്തിലുള്ളൊരു സംഗമം നടത്തുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ശബരിമലയുടെ വിശ്വാസവും അവിടുത്തെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ജനങ്ങൾ നെഞ്ചിലേറ്റിയത് ഏതെങ്കിലും ഒരു സംഗമം നടത്തിയിട്ടാണോ? അല്ല. അവിടുത്തെ മൂർത്തിയുടെ ചൈതന്യം കൊണ്ടാണ് ലോകത്താകമാനമുള്ള വിദേശ രാജ്യം, ഏകദേശം പറയുന്നത് 46 വിദേശ രാജ്യങ്ങളുള്ള പ്രതിനിധികൾ എല്ലാ വർഷവും ശബരിമലയിൽ വരുന്നുണ്ട്. അവർ അയ്യപ്പനെ, അത് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു പ്രത്യേക ദിനത്തിൽ അല്ലെങ്കിൽ പ്രത്യേക ദിവസം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കിക്കൊണ്ട് ശബരിമലയുടെ പൈതൃകവും പാരമ്പര്യവും തകർക്കാൻ വേണ്ടിയുള്ള സർക്കാരിന്റെ ആസൂത്രിത ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലൊരു സംഗമം നടത്താൻ BJPയോ സംഘപരിവാറോ ഇവിടുത്തെ വിശ്വാസി സമൂഹം ഉള്ളപ്പോൾ ഞങ്ങൾ ആരും സമ്മതിക്കില്ല. നിങ്ങൾ നോക്കൂ, ഈ സംഗമത്തിന് വിളിച്ചത് ആരെയാ? സ്റ്റാലിനെയാണ്. എന്താ സ്റ്റാലിന്റെ ഒരു പശ്ചാത്തലം? സനാതന ധർമ്മത്തെയും സനാതന സംസ്കാരത്തെയും ഹൈന്ദവ മൂല്യങ്ങളെയും നാഴികയ്ക്ക് 40 വട്ടം തകർക്കാൻ ശ്രമിക്കുകയും അതിനെതിരെ നിരന്തരമായിട്ട് കൊലവിളി നടത്തുന്ന സ്റ്റാലിനെ കൊണ്ടുവന്നുകൊണ്ട് അയ്യപ്പരുടെ ഭക്തസംഗമം പമ്പയുടെ പുണ്യഭൂമിയിൽ നടത്താമെന്ന് പിണറായി വിജയന് മോഹമുണ്ടെങ്കിൽ ആ മോഹമൊന്നും ഇവിടെ നടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഈ ശബരിമല പ്രക്ഷോഭത്തിലും വിശ്വാസികളുടെയും പ്രക്ഷോഭമൊക്കെ തന്നെ ഈ കേരളം കണ്ടതാണ്. അനവധി ആളുകൾക്കാണ് അതിന്റെ പേരുള്ള വേട്ടയാടൽ ഉണ്ടായിട്ടുള്ളത്. ആദരണീയനായിട്ടുള്ള BJPയുടെ അക്കാലത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന KS സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾക്ക് അതിനിഷ്ഠൂരമായിട്ടുള്ള പീഡനങ്ങളാണ് ആ സമയത്ത് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, അന്ന് അയ്യപ്പ ഭക്തർക്ക് അവരുടെ നാമജപത്തിന് പോലും വിലക്കേർപ്പെടുത്തിയ ഒരു സർക്കാർ, അല്ലെങ്കിൽ അയ്യപ്പ ഭക്തർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഇരുമുടിക്കെട്ടുമായിട്ട് സന്നിധാനത്തേക്ക് പോകുന്ന ഭക്തരെ അതിനിഷ്ഠൂരമായിട്ട് വളരെ മൃഗീയമായിട്ട് പീഡിപ്പിക്കുകയും ആക്രമിച്ച് ചെയ്ത സർക്കാർ ഇപ്പോഴവിടെ സംഗമം നടത്തുന്നതിന് പിന്നിൽ ഒന്നില്ലെങ്കിൽ സാമ്പത്തികമായ താല്പര്യം, അല്ലെങ്കിൽ ശബരിമലയുടെ പവിത്രതയും ശബരിമലയുടെ ആചാരത്തെയും മഹാദേവ്, ഇത്തരം ഒരു സംഗമം ഒരു നിരീശ്വരവാദികളുടെ സർക്കാർ അല്ലെങ്കിൽ ശബരിമലയിൽ അയ്യപ്പ ഭക്തരെ തല്ലിച്ചതച്ച ഒരു സർക്കാർ എന്തിനിപ്പോൾ തിടുക്കത്തിൽ ഇങ്ങനെയൊരു സംഗമം നടത്തുന്നു? അതിന്റെ ഉദ്ദേശശുദ്ധി, അത്തരം വിഷയങ്ങളിലേക്ക് നമുക്ക് അടുത്ത ഘട്ടത്തിലെത്താം.